എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ഡിസംബർ 22-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ആദ്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. നമ്മൾ കാത്തിരുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്കുള്ള അപേക്ഷ ആരംഭിക്കുകയാണ്. സ്ത്രീകളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ അപേക്ഷകൾ ഡിസംബർ 22 തിങ്കളാഴ്ച മുതൽ സ്വീകരിച്ചു തുടങ്ങും. നേരത്തെ പറഞ്ഞതുപോലെ ഓഫ്ലൈനായി തദ്ദേശ സ്ഥാപന സെക്രട്ടറിക്കല്ല, ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ksmart.asgkerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേന തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിക്കാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. നിലവിൽ സർക്കാർ നടപ്പിലാക്കുന്ന മറ്റ് സാമൂഹ്യക്ഷേമ പദ്ധതികളുടെയോ ക്ഷേമ പെൻഷനുകളുടെയോ ഗുണഭോക്താക്കൾ അല്ലാത്ത അർഹരായ സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം ലഭ്യമാക്കുന്നതാണ് പദ്ധതി. കേരളത്തിൽ സ്ഥിരതാമസക്കാരായ 35 മുതൽ 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വനിതകൾക്കും പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. അന്ത്യോദയ, അന്നയോജന, മഞ്ഞ റേഷൻ കാർഡ്, മുൻഗണനാ വിഭാഗം പിങ്ക് റേഷൻ കാർഡ് എന്നീ വിഭാഗങ്ങളിൽപ്പെട്ട റേഷൻ കാർഡിൽ ഉൾപ്പെട്ട സ്ത്രീകൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. എന്ന് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ കഴിയുക എങ്കിലും നീല വെള്ള റേഷൻ കാർഡുള്ളവർ പിങ്ക് റേഷൻ കാർഡിന് അർഹരാണ് എങ്കിൽ അത് പിങ്ക് ആക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഓൺലൈനായി അപേക്ഷിക്കാം. ഡിസംബർ 31 വരെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ പിങ്ക് കാർഡ് ലഭിച്ചു കഴിഞ്ഞാൽ അന്നു തന്നെ അതിലുള്ള സ്ത്രീകൾക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ, വികലാംഗ പെൻഷൻ എന്നിവയ്ക്ക് പുറമെ വിവിധ സർവീസ് പെൻഷനുകൾ, കുടുംബ പെൻഷനുകൾ, EPF പെൻഷനുകൾ എന്നിവ കൈപ്പറ്റുന്നവർക്കും ഈ പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസിലോ സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലോ സർവകലാശാലകളിലോ സ്ഥിരമായോ കരാർ അടിസ്ഥാനത്തിലോ ജോലി ഉള്ളവർക്കും പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല. അപേക്ഷ നൽകുന്നവർ പ്രായം തെളിയിക്കുന്നതിനായി ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ്, അതുമല്ലെങ്കിൽ പാസ്പോർട്ട് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ഹാജരാക്കണം. ഇവ ലഭ്യമല്ലാത്തവർക്ക് മെഡിക്കൽ ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ്. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, IFSC കോഡ് ഉൾപ്പെടെ ആധാർ വിവരങ്ങൾ എന്നിവ അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. അപേക്ഷയോടൊപ്പം സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യപ്രസ്താവനയും ഉൾപ്പെടുത്തണം. ആനുകൂല്യം ലഭിക്കുന്നവർ എല്ലാ വർഷവും ആധാർ അധിഷ്ഠിത വാർഷിക മസ്റ്ററിംഗ് നടത്തണം. അതായത് നിലവിൽ ഇപ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ എല്ലാ വർഷവും മസ്റ്ററിംഗ് നടത്തുന്നത് പോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളും എല്ലാ വർഷവും മസ്റ്ററിംഗ് നടത്തണം. ഗുണഭോക്താവ് മരണപ്പെട്ടാൽ ആനുകൂല്യം അവകാശിക്ക് കൈമാറാൻ വ്യവസ്ഥയില്ല. ഗുണഭോക്താവ് 1 മാസമോ അതിൽ അധികമോ ജയിൽ ശിക്ഷയോ അനുഭവിക്കുകയോ റിമാൻഡിലാകുകയോ ചെയ്താലും ആ കാലയളവിലെ ധനസഹായം മുടങ്ങും. തെറ്റായ വിവരങ്ങൾ നൽകി ആനുകൂല്യം കൈപ്പറ്റുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ 18% പലിശ സഹിതം തുക തിരിച്ചുപിടിക്കുമെന്നും തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ അറിയിച്ചു. വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പാണ്. നാളെ തന്നെ സംസ്ഥാനത്ത് ഈ പദ്ധതിയിലേക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷ തുടങ്ങുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തദ്ദേശ സ്ഥാപന സെക്രട്ടറിക്ക് നേരിട്ടല്ല കൊടുക്കേണ്ടത്, ഭക്ഷ്യ കേന്ദ്രങ്ങളിലൂടെയും ഓൺലൈൻ സേവാ കേന്ദ്രങ്ങളിലൂടെയും പദ്ധതിക്ക് വേണ്ടിയിട്ട് അപേക്ഷകൾ സമർപ്പിക്കുക. സംസ്ഥാനത്ത് ക്രിസ്മസ് ന്യൂ ഇയർ ഫെയറുകൾ നാളെ മുതൽ ആരംഭിക്കും. തിരുവനന്തപുരം പുത്തിരിക്കണ്ടം മൈതാനിയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ സംസ്ഥാനതല ഉദ്ഘാടനം ഭക്ഷ്യമന്ത്രി GR അനിൽ നിർവഹിക്കും. സബ്സിഡി സാധനങ്ങളും സബ്സിഡി ഇതര സാധനങ്ങൾക്കും വലിയ വിലക്കുറവാണ് ക്രിസ്മസ് ന്യൂ ഇയറിനോടനുബന്ധിച്ച് ക്രിസ്മസ് ന്യൂ ഇയർ ചന്തകളിൽ ഒരുക്കിയിട്ടുള്ളത്. വിവിധ സ്ഥലങ്ങളിൽ പ്രത്യേക ചന്തകൾ ആരംഭിക്കുന്നതാണ്. എല്ലാ താലൂക്കുകളിലും പ്രധാന സപ്ലൈകോ സ്റ്റോറുകൾ ഫെയറുകളായി പ്രവർത്തിക്കുമെന്നും ഭക്ഷ്യമന്ത്രി GR അനിൽ അറിയിച്ചിട്ടുണ്ട്. ഫെയറുകളിലൂടെയും എല്ലാ സപ്ലൈകോ സ്റ്റോറുകളിലൂടെയും 20 കിലോ അരി 25 രൂപ നിരക്കിൽ എല്ലാ റേഷൻ കാർഡുള്ളവർക്കും വാങ്ങാവുന്നതാണ്. ഇതിനു പുറമെ സബ്സിഡി സാധനങ്ങൾ, സബ്സിഡി ഇതര സാധനങ്ങൾ 280 ഇനത്തിന് വലിയ വിലക്കുറവുണ്ടാകും എന്നും അറിയിച്ചിട്ടുണ്ട്. സബ്സിഡി കിറ്റിന് പുറമെ, സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ ഒരു ഭക്ഷ്യ കിറ്റ്, ഒരു ക്രിസ്മസ് കിറ്റും സപ്ലൈകോ ഒരുക്കിയിട്ടുണ്ട്. 667 രൂപ വില വരുന്ന ഭക്ഷ്യ കിറ്റിൽ കേക്ക്, പായസക്കൂട്ട്, പഞ്ചസാര, തേയില ഉൾപ്പെടെ 12 ഇനം സാധനങ്ങളാണ് ഉണ്ടാകുക. ഈ കിറ്റിന്റെ വില വരുന്നത് 667 രൂപയാണ് എങ്കിലും 500 രൂപക്ക് സപ്ലൈകോയിൽ നിന്നും
ഓരോ റേഷൻ കാർഡ് ഉള്ളവർക്കും വാങ്ങാവുന്നതാണ്. സപ്ലൈകോയുടെ പമ്പുകളിൽ നിന്നും ഇന്ധനം നിറക്കുന്ന ആളുകൾക്ക് വലിയ ഓഫർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 250 രൂപക്ക് മുകളിൽ ഇന്ധനം നിറക്കുന്ന 2 ചക്ര 3 ചക്ര വാഹനങ്ങൾക്ക് ഒരു കൂപ്പൺ ലഭിക്കുന്നതാണ്. 4 ചക്ര അതിന് മുകളിലുള്ള വാഹനങ്ങൾക്ക് 1000 രൂപക്ക് മുകളിൽ നിറക്കുന്നവർക്കും കൂപ്പൺ ലഭിക്കുന്നതാണ്. ഈ കൂപ്പൺ ഉപയോഗിച്ച് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും 1000 രൂപക്ക് സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുമ്പോൾ ഈ കൂപ്പണിലൂടെ 50 രൂപ ഇളവ് ലഭിക്കുന്നതാണ്. ഇത്രയും ഓഫറുകളാണ് ക്രിസ്മസ് ന്യൂ ഇയർ ഫെയറുമായിട്ട് ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ റേഷൻ കാർഡ് ഉള്ളവർക്കെല്ലാം സബ്സിഡി അരി ലഭിക്കും. അത് 8 കിലോ ആണ് ഓരോ മാസവും ലഭിക്കുന്നത്. 2 കിലോ പച്ചരിയുമുണ്ട്. അങ്ങനെ 10 കിലോ അരിയാണ് ലഭിക്കുന്നത്. അതിന് പുറമെ 20 കിലോ അരി ഓരോ കിലോയ്ക്ക് 25 രൂപ നിരക്കിലും സപ്ലൈകോയിൽ നിന്ന് ലഭിക്കും. പിന്നെ റേഷൻ കാർഡ് ഉള്ളവർക്കെല്ലാം ആ വിഹിതം അരി കൂടി വാങ്ങാം. നീല റേഷൻ കാർഡിന് 5 കിലോ സ്പെഷ്യൽ അരിയും വെള്ള റേഷൻ കാർഡിൽ മൊത്തം 10 കിലോ അരിയും 10 രൂപ 90 പൈസ നിരക്കിൽ റേഷൻ കടയിലുണ്ട്. അപ്പോൾ ഈ ഒരു മാസം വലിയ നേട്ടമാണ് ഉള്ളത്. നിരവധി സാധനങ്ങൾ അതുപോലെ തന്നെ അരിയും വാങ്ങാവുന്നതാണ്. ഇതെല്ലാം പരമാവധി വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മുൻഗണന റേഷൻ കാർഡിന് അപേക്ഷിക്കേണ്ട സമയപരിധി നീട്ടിയതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് നിങ്ങളെ അറിയിച്ചിരുന്നു. അത് ഈ മാസം 31-ന് അവസാനിക്കുന്നതാണ്. ഓൺലൈനായി അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മുൻഗണന റേഷൻ കാർഡിന് അപേക്ഷിക്കുന്നതിന് സാധിക്കുന്നതാണ്. നമുക്കറിയാം, സ്ത്രീ സുരക്ഷാ പെൻഷൻ 35 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. 1000 രൂപ എല്ലാ മാസവും ലഭിക്കുന്ന പെൻഷന്റെ പ്രധാന നിബന്ധന BPL റേഷൻ കാർഡിൽ ഉൾപ്പെടണം എന്നുള്ളതാണ്. അപ്പൊ അർഹരായിട്ടും BPL റേഷൻ കാർഡില്ലാത്ത ഒരുപാട് നീലവെള്ള റേഷൻ കാർഡ് ഉള്ളവർ ഉണ്ട്. അവർക്കെല്ലാം ഈ ഒരു സമയത്ത് അപേക്ഷിച്ച് BPL റേഷൻ കാർഡിൽ ഉൾപ്പെടാൻ കഴിയും. അപ്പൊ ഇതെല്ലാം പരമാവധി ഉപയോഗപ്പെടുത്തുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ബൈ.